നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മിസ്റ്റിസിസം, ഗ്നോസ്റ്റിസിസം എന്നൊക്കെ പറയുന്ന ലോകത്ത് ആത്മീയതയുമായി ബന്ധപ്പെട്ട കുറേ വിഭാവനങ്ങളുണ്ട്. അത് ഒരു പേർഷ്യൻ മിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട്, ഒരു ക്രിസ്ത്യൻ മിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട്, പിന്നെ ജൂതന്മാർക്കിടയിൽ ഉണ്ടായി വന്ന മിസ്റ്റിക് ട്രഡീഷൻസ് ഉണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. ഇവയിലെല്ലാമുള്ള ഇതേപോലുള്ള ആശയങ്ങൾ, ആ ആശയങ്ങളെ വളരെ ഉദാരമായി സമീപിക്കുകയും അതിനോടൊക്കെ അതിൽ നിന്നൊക്കെ എന്തൊക്കെ നമ്മൾക്ക് സ്വാംശീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്കുള്ള അടിസ്ഥാനപരമായ പ്രത്യേകത എന്താണ്? ഇപ്പോൾ നബിമാർ നമ്മൾക്ക് ആത്മീയത എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി കുറേ നബിമാർ വന്നു. ആ നബിമാരിലെ അവസാനത്തെ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് പ്രിസേർവ്ഡ് ആണ്, അത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നബി പഠിപ്പിച്ചതും ഈ ദർശനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആത്മീയ പാഠങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഓതി കേൾപ്പിച്ചു തന്ന ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഹദീസുകൾ അവയെ വ്യാഖ്യാനിക്കുകയും, അതായത് അന്യഥാ വ്യാഖ്യാനിക്കുകയും, ഇവിടെ നിന്ന് കിട്ടിയ ആശയങ്ങൾക്കനുസരിച്ച് ഇത് ഫിറ്റാകുന്നതിന് വേണ്ടി ഖുർആനെയും ഹദീസിനെയും അങ്ങോട്ട് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ആത്മീയ അന്വേഷണങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ട്രാജഡി. അപ്പോൾ അത് പലരും അവതരിപ്പിക്കുക എങ്ങനെയിരിക്കും എന്ന് വെച്ചാൽ ശരിക്കും ഒരു വളരെ തുറന്ന മനസ്സുള്ള ലോകത്തെ എല്ലാ ദർശനങ്ങളിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശാലമായ മനോഭാവത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. അങ്ങനെയല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൃത്യമായ പടച്ചവൻ അവതരിപ്പിച്ച 100% ശരിയാണെന്ന് ഉറപ്പുള്ള നമ്മളെ യഥാർത്ഥ വഴിയിലൂടെ നയിക്കുന്ന ഒരു ഗൈഡൻസ് നമ്മളെ കയ്യിലുണ്ടായിട്ട് അതിനെ നമ്മൾ ഇങ്ങനത്തെ കുറേ മനുഷ്യനിർമ്മിതമായ ഭാവനകൾ കൊണ്ട് കറക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു സേവനമല്ല, അതൊരു ദ്രോഹമാണ്. കാരണം നമ്മളെ കയ്യിൽ ശരിക്കുള്ള വഴിയുണ്ട്. ആത്മീയതയുടെ യഥാർത്ഥ വഴി എന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് ഈ ആത്മീയ അന്വേഷകർ മുഴുവൻ സഹസ്രാബ്ദങ്ങളായി അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആർക്കും അതിൻ്റെ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഉത്തരം കിട്ടൂല. കാരണം നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ലത്. അപ്പോൾ അതിൽ കൃത്യമായ ഉത്തരം നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അതിനെ പൊല്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ശരിക്കും ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് സൂഫിസത്തിൻ്റെ അടിസ്ഥാനപരമായ കുഴപ്പമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മീയത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്, പക്ഷെ അത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത് പ്രവാചകന്മാരാണ് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ആ പ്രവാചകന്മാരുടെ സന്ദേശം കയ്യിലുണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പിറകെ പോയി എന്നുള്ളതാണ് പല സൂഫികളും പല സൂഫി ത്വരീക്കത്തുകളും ചെയ്ത ഒരു അബദ്ധം.